ഫവാസെ നമസ്കാരം. നമസ്കാരം. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മരീചിക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തോ ഒന്ന്, അതായത് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ദൂരെ കാണുന്ന അവിടെ എന്തോ കുളങ്ങളുണ്ട്, വെള്ളമുണ്ട്, അല്ലെങ്കിൽ അവിടെ തണലുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു തരം അവസ്ഥയ്ക്കാണ് ഈ മരീചിക അല്ലെങ്കിൽ പ്രഹേളിക എന്നൊക്കെ വിശേഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, CMRL-ഉം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ബഹുമാന്യനായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും തമ്മിൽ നടന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ സാമ്പത്തിക ഇടപാടിലെ ക്രമക്കേട്, മാസപ്പടി ഇടപാടിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ മരീചിക അല്ലെങ്കിൽ പ്രഹേളിയെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, കുറേ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, കാണാൻ തുടങ്ങിയിട്ട്. പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും ഇത് അകന്നകന്ന് പോകുന്ന ഒരു രീതിയാണല്ലോ. ഇപ്പോൾ ചക്രവാളം എന്ന് പറയുന്നത് പോലെ കടലിൽ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴും കരയിൽ നിൽക്കുന്നവനും കാണുന്നത് അങ്ങേറ്റത്ത് കടലും ആകാശവും ചേരുന്ന ഒരു അവസ്ഥ പോലെ തോന്നുന്നു. അത് ചക്രവാളം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. വീണ്ടും ഒരു 10-15 കിലോമീറ്റർ കടലിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴും അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോഴും വീണ്ടും കടലും ആകാശവും ചേരുന്ന ഒരു സീമ പോലെ തോന്നുന്നു. അതും അവിടെയും ആ ഒരു തോന്നലുകളാണ്. എന്ന് പറഞ്ഞ പോലെ അടുത്തേക്ക് ചെല്ലും തോറും ഇത് വീണ്ടും കൂടുതൽ ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അതുപോലെ EDയും നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ഇതിലൊരു ക്രൈം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വീണ വിജയനെ 10-16 മണിക്കൂർ നേരം ചോദ്യം ചെയ്യുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന മുഖ്യമന്ത്രി ആയിരുന്ന CPM-ൻ്റെ നേതാവിനെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പിണറായി വിജയനും സമ്മതിച്ചിട്ടുള്ളത്. എന്നാൽ EDയുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന 1-2 വിഷയങ്ങളിൽ പ്രമുഖമായൊരു വിഷയം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചോദ്യം ചെയ്യലിൽ CMRL-ഉം വീണ വിജയനും ഒരുപോലെ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത്. കരിമണൽ ഖനന കമ്പനി എന്ന് പറയുമ്പോൾ കരിമണലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സിന്തറ്റിക് റൂട്ടയിലൊക്കെ വേർതിരിച്ചെടുക്കുന്ന തോറിയം പോലുള്ള മൂലകങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് CMRL. അവിടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ വിജയൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യാതൊരു തരത്തിലും സേവനം ചെയ്യാതെ വീണ വിജയന് എന്തിനാണ് CMRL എന്ന കമ്പനി ഭീമമായ വേതനം നൽകുന്നത്, തുക നൽകുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ വീണ വിജയൻ എന്നൊരാൾക്ക് ഇത്തരം പണം നൽകുന്നതിലൂടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണൽ CMRL എന്ന കമ്പനിക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയായ CMRL ഒരു കാരണവശാലും കരിമണൽ നേരിട്ട് ഖനനം ചെയ്യാൻ അനുമതിയില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് കരിമണൽ ലഭ്യമാകുന്നതിന് വേണ്ടി വേറെ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച സഹായത്തിന് പാരിതോഷികമായി, പ്രതിഫലമായി, പ്രത്യുപകാരമായാണോ വീണ വിജയന് ഇത്തരത്തിലുള്ള വൻ തുകകൾ CMRL എന്ന കമ്പനിയിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് EDയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും പോയിന്റും അതുതന്നെയാണ്. ED വീണ വിജയനെ 16 മണിക്കൂർ നേരം ചോദ്യം ചെയ്യുകയും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്തുകയും അവരുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടുകയും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു, അതുപോലെ അവരുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു. ഇതിലൂടെയെല്ലാം ലഭ്യമായ വിവരങ്ങൾ CMRL ഉദ്യോഗസ്ഥരെയും CMRL-ൻ്റെ CMD ആയ ശശിധരൻ കർത്തയുടെ കുടുംബക്കാരെയും എല്ലാം ചോദ്യം ചെയ്തതിലൂടെ കിട്ടുന്ന ഉത്തരങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വീണ വിജയൻ എന്ന് പറയുന്ന എക്സാലോജിക് കടലാസ് കമ്പനിയുടെ ഉടമയിൽ നിന്നും അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRL കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്? യഥാർത്ഥത്തിൽ CMRL പണം കൊടുത്തതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ED അന്വേഷിക്കുന്നത്. അപ്പോൾ വീണയിൽ നിന്നും ഒരു പ്രതിഫലവും ഒരു സേവനവും CMRL കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2016 മുതൽ 2026 വരെ കേരളം ഭരിച്ചിരുന്ന വീണ വിജയൻ്റെ അച്ഛനായ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിൽ നിന്നും കരിമണൽ ലഭ്യതയുമായി ബന്ധപ്പെട്ട് CMRL-ന് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം വഴിമാറുന്നു എന്ന് തന്നെയാണ് ഇന്നും ഇന്നലെയുമായി പുറത്തു വരുന്ന വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇത് തന്നെയാണ് ഇന്ന് രാവിലത്തെ ഹെഡ്ലൈനായി തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് CMRL-ലുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് എന്ന കമ്പനി നടത്തിയിരിക്കുന്ന ഇടപാടിലേക്ക്
പിണറായി വിജയൻ കൂടി വരുന്നു. ഇതുവരെയും പിണറായി വിജയൻ്റെ പേരോ പിണറായി വിജയൻ്റെ ഇടപാടുകളോ ഈ കമ്പനിയുമായി നടന്ന ഇടപാടിലേക്ക് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചതാണ്. ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ് പിണറായി വിജയൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണാ വിജയൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED നേരെ പിണറായി വിജയനിലേക്ക് ചെല്ലുന്നു. 2016 മുതൽ 2026 മുതൽ കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ്റെ കാലത്താണ് വീണാ വിജയന് CMRൽ നിന്ന് ഈ മാസപ്പടി ഇനത്തിൽ തുകകൾ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ CMRന് ലഭ്യമാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വഴിവിട്ട പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ പല തെളിവുകളുമാണ് ഈ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അടക്കമുള്ള ആളുകളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചോദ്യം ചെയ്തതിലൂടെ ലഭ്യമായിരിക്കുന്നത്, ഷോൺ ജോർജ് അവർക്കിത് കൈമാറിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് പോകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വീണാ വിജയൻ്റെ വീട് ED സെർച്ച് ചെയ്യുമ്പോൾ EDക്കെതിരെ വലിയൊരു ആക്രമണം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. CPMൻ്റെ മന്ത്രിമാരും MLAമാരും വലിയ പ്രമുഖരായ നേതാക്കളും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് EDയെ ആക്രമിച്ചത്. അന്ന് EDയെ ആക്രമിക്കുമ്പോൾ EDക്കെതിരെ വധശ്രമത്തിനാണ് EDയെ വധിക്കാൻ ശ്രമിച്ചു, ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 26 പേരെ ജയിലിൽ അടച്ചിരിക്കുന്നു. അതിലൊരാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നയങ്ങൾക്ക് വിരുദ്ധമായി, താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ സന്ദർഭത്തിൽ ED കൂടി കോടതിയിൽ കക്ഷി ചേരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ED അക്ഷരാർത്ഥത്തിൽ ഈ നിലപാടുമായി, കടുത്ത നിലപാടുമായി ഈ കേസിനെ സമീപിക്കുമ്പോൾ എന്താണ് ഫവാസിന് ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രൈമിനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഇത് ചെറിയ കളിയല്ല എന്നുള്ളതും വീണാ വിജയനെ കരുവാക്കിക്കൊണ്ട് പിണറായി വിജയൻ കളിച്ച കളിയാണെന്നുള്ളതും അതിൽ ചെറിയൊരു പങ്ക് ഈ പറഞ്ഞ പോലെ വീണാ വിജയനെ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതും, പിന്നെ മാത്രമല്ല അച്ഛൻ്റെ ഭരണകാലത്താണ് ഈ കേസെല്ലാം ഉയർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും അച്ഛൻ ഭരിക്കുമ്പോൾ, ഞാൻ ഭരിക്കുമ്പോൾ എൻ്റെ മകൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടൊരു ഇത് കൊടുക്കുമല്ലോ നമ്മൾ, ഒരു പരിഗണന, ആ വഴിവിട്ട നിലയുണ്ടാകട്ടെ. അതെ, എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുകയാണെങ്കിൽ മകൾക്ക് കൂടി ഉണ്ടാവട്ടെ. അഴിമതി എന്തായാലും ചെയ്യുന്നൊരു പങ്ക് മകൾക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി ഒന്നുകൂടി സെറ്റ് ആവുമല്ലോ. അപ്പം ആ ഒരു പരിഗണന എന്തായാലും മകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള EDക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ED പിണറായി വിജയനിലോട്ട് ഈ കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ അതിപ്പം ED കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സാമാന്യം ഇപ്പോഴത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം ഇപ്പോഴാണ് സാധനം ബോധ്യം വരുന്നത്. പക്ഷേ നമ്മളിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താ പറയുക, ഉന്നം വെക്കുന്നത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനിലോട്ട് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ചെന്ന് അവസാനിക്കുന്നത് വീണാ വിജയനിലോട്ട് ആയിരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. കാരണം വീണാ വിജയന് അതിനുള്ള എന്താ പറയുക പക്വതയോ ഈ കഴിവോ ഒന്നുമില്ലാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ പലതിലും കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. വീണാ വിജയൻ പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പുറകിലാണെന്നുള്ളതും, പിന്നീട് തമിഴ്നാട്ടിൽ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് പല കാര്യങ്ങളും പിന്നെ പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവർക്ക് പ്രവേശനം കിട്ടിയത് എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷനിലൊക്കെ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ പഠനത്തിൽ ഇത്രത്തോളം പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വീണാ വിജയൻ എന്നുള്ളത് അവിടെ തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് എവിടുന്നാണ് ഈ പറഞ്ഞ പോലെ എന്ത് കൺസൾട്ടൻ്റാണ്, എന്ത് കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ വലിയ വലിയ കമ്പനികൾക്ക് അഡ്വൈസാണ് കൊടുത്തത് എന്നുള്ള വലിയ ചോദ്യത്തിനവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒന്നും അറിയാത്ത ഒരാൾ വലിയൊരു കമ്പനിക്ക് പോയിട്ട് അഡ്വൈസ് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ കമ്പനിക്ക് വലിയ വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം എന്താണ് വീണാ വിജയൻ്റെ കയ്യിലുള്ളത് എന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. അല്ല ഫവാസ്, അവിടെ എടുത്തു പറയേണ്ട കാര്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവർ ഡെവലപ്പ് ചെയ്തേക്കണമെന്ന് പറയുന്നത്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിലൊക്കെ വേർതിരിക്കുന്ന ഒരു കമ്പനി, അതിൽ നിന്ന് മറ്റ് മൂലകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം ആയി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് എന്ത് തരത്തിലുള്ള സഹായമാണ് അവിടെ ലഭ്യമാക്കുക എന്നുള്ളതും ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ അത്ര വലിയ കഴിവൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് വീണാ വിജയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് പിന്നെ ഈ പറഞ്ഞ പോലെ വീണയിലോട്ട് തിരിയുമ്പോൾ EDക്കും കൃത്യമായിട്ട് അറിയാം ഈ പറഞ്ഞ പോലെ വിഷയം വീണയിൽ ഒതുങ്ങുന്നതല്ല, അതിൽ പിന്നിൽ അച്ഛനുണ്ട് എന്നുള്ളത്. അച്ഛൻ എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോഴത്തെ EDയുടെ ഈ പുതിയ നീക്കം എന്നുള്ളത് വളരെ കൃത്യം. മറ്റൊരു കാര്യം, പ്രോസിക്യൂട്ടറിൻ്റെ കാര്യമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ഇന്ന് ED ഡയറക്റ്റ് ഹാജരായി എന്നുള്ള കാര്യമാണ്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുമ്പ് നേരിട്ടിട്ടുള്ളത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. അതും ഇത്തരത്തിൽ അതിദയനീയമായ തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവരെ പലപ്പോഴും റൂമിൽ പൂട്ടിയിടുന്നതും
പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കുന്നതും ഓഫീസിലോട്ട് കയറാൻ പിന്നെ റെയ്ഡ് നടത്തണമെന്ന് പറയുമ്പം അതിന് സമ്മതിക്കാതെ പുറത്ത് മാത്രം നിർത്തുന്നതും പോലീസിനെ കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതികളൊക്കെ, അതായത് കൃത്യ നിർവഹണത്തിനെതിരെ തടസ്സം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും മമതാ ബാനർജി ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ED ആക്രമിക്കുക അത്തരത്തിൽ അതൊരു ഡയറക്റ്റ് ഫൈറ്റിലോട്ട് വരെ പോയിട്ടുണ്ട്. പക്ഷെ ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. മണിക്കൂറുകളെല്ലാം അവർ കാറിലിരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉപരോധം മാത്രമേ കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിക്കൂറുകൾ നിന്നിട്ടുണ്ട്. മാത്രമല്ല കെട്ടിടത്തിനുള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലും കെട്ടിടം പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറണം എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നതും ശാരീരികമായിട്ടായിട്ടില്ല. പിന്നെ ഭരണ നിർവഹണത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരുമ്പോൾ അതല്ല അവസ്ഥ. ED നേരിട്ടൊരു കയ്യാങ്കളിയിലോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ED ഡയറക്ടർ നേരിട്ട് കേരളത്തിൽ വരുന്നതും. ഇന്നിപ്പോൾ കോടതിയിൽ ഈ പ്രോസിക്യൂട്ടറെ ബന്ധപ്പെട്ട കാര്യം ഗവൺമെൻറ് പോലും അറിയാണ്ടായിരിക്കും ഒരുപക്ഷെ പ്രോസിക്യൂട്ടർ ഇടപെട്ടത് എന്നുള്ള തരത്തിലും ED മുമ്പോട്ട് വെക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും വളരെ കൃത്യമാണ്. ED വിഷയം ചെറിയ കാര്യമായിട്ടല്ല കണ്ടിട്ടുള്ളത്. അവരുടെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവരെ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിനെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ജീവൻ മരണ പോരാട്ടം അല്ലെങ്കിൽ അവരെ മാനത്തിലേക്കുന്ന ഏറ്റവും വലിയ ക്ഷതം അത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരായതും. അല്ല, അവരുടെ ജോലിയാണല്ലോ ചെയ്തത്. അവരെ അന്വേഷിക്കുന്ന, അവരുടെ മുൻപിൽ വരുന്ന പരാതികളിൽ മേലുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണല്ലോ ആ ഏജൻസികളുടെ ഉദ്ദേശം. അതിലവർക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ എന്താണ് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വൈരാഗ്യങ്ങളോ ED ഒരു തരത്തിലും ED ഉദ്യോഗസ്ഥരെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറിച്ച് മറ്റൊരു കാര്യം കൂടി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ബേക്കറി ജംഗ്ഷനിൽ മെയ് 27-ാം തീയതി ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട് ED റൈഡ് ചെയ്യുമ്പോൾ അന്ന് EDക്കെതിരെ കണ്ട ഉപരോധങ്ങൾ പിന്നീട് വീണയെ 2 തവണ ED ചോദ്യം ചെയ്യുമ്പോൾ എവിടെയും നമ്മൾ കണ്ടില്ല. പിണറായി വിജയനെ തന്നെ ഇനി ED ചോദ്യം ചെയ്യാൻ വരുത്തിയാൽ പോലും അന്ന് CPM ഉയർത്തിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ പൂർണ്ണമായും CPM കൈയൊഴിഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഇനി വല്ലാണ്ട് CPM വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളത്. കാരണം കിട്ടിയിടത്തോളം CPMന് മതിയായിട്ടുണ്ട്. കാരണം പിണറായി ആക്രമിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചു അല്ലെങ്കിൽ ചോദ്യമുനയിൽ കൊണ്ടുപോയി നിർത്തി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞത് പിന്നീട് പിണറായി വിജയൻ തന്നെ ഇല്ലാണ്ടാക്കിയതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്തിട്ടില്ല, മകളെ മാത്രമാണ് ചോദ്യം ചെയ്തതെന്നുള്ളത്. അതോടുകൂടി ആ വാദം അവിടെ ഇല്ലാണ്ടായി. അതുവരെ അവർ ചെയ്ത സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യത്തിന് അത് വെള്ളത്തിലായി പോയി. അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം പിന്നീട് നമ്മൾ ശൈലജ ടീച്ചറടക്കം പല CPM നേതാക്കന്മാരും പറഞ്ഞത് അത് പിന്നെ പാർട്ടിയെ ബന്ധപ്പെട്ട കാര്യമല്ല, വീണ വിജയൻ്റെ കാര്യമാണ്, അതിൽ ഈ പാർട്ടി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ വ്യക്തം. അപ്പം ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. ഉള്ളിൽ നിന്ന് പലതരത്തിലും CPM പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ പടയൊരുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇല്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഈ കേസുമായി വീണ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ പിണറായി വിജയന് തന്നെ എതിരെ ഏതെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ പിണറായി വിജയനെ മാറ്റി നിർത്തേണ്ടതായി വരും എന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആലോചനകൾ വരെ അണിയറയിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ വാർത്ത ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് ഒരു പറ്റം ആളുകളെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഒരു ന്യൂനപക്ഷം ആളുകളെങ്കിലും പല രീതിയിലുള്ള കമൻറ്റുകൾ എഴുതി ചോദിക്കാറുണ്ട്. അവരുടെ ആ കമൻറ്റുകളെല്ലാം അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി നമ്മൾ കാണുന്നു. കാരണം പ്രേക്ഷകരുടെ താല്പര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം എല്ലാ കാലത്തും മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും പ്രതികരണശേഷിയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയ്ക്ക് മുന്നിലാണ് നമ്മൾ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കൃത്യമായൊരു ബോധം നമുക്കുണ്ട്. അപ്പോൾ ധാർമ്മികമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കിട്ടുന്ന വാർത്തകളുടെ വിശ്വാസ്യത പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഇവിടെ ബാലഗോപാൽ എന്ന മുൻ ധനകാര്യമന്ത്രിയെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ അണിയറയിൽ സജീവമായി നടക്കുന്നു എന്നുള്ള ചില വാർത്തകൾ നമുക്ക് വരുന്നു. അത് നമ്മൾ മാറ്റിവെച്ചാൽ പോലും പിണറായി വിജയനെതിരെ ED ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു CMRL എക്സാലോജിക് കേസുമായി എന്നുള്ളത് എന്തായാലും തർക്കമറ്റ വസ്തുത തന്നെയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലാകും. അന്ന് പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ കണ്ട പ്രതിരോധങ്ങൾ ഇനി CPM EDക്ക് നേരെ ഉയർത്തുമോ, അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പഴയ വീറും വാശിയൊന്നും വീണയുടെ കേസിൽ CPM കാണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ 26 പേരെ അകത്തിട്ടിട്ട് ഒരാൾ മാത്രം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. അതിലും ED വലിയ കലിപ്പ് കാണിച്ചിരിക്കുന്നു. കൃത്യമായി പ്രോസിക്യൂട്ടർ അവിടെ വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം EDയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ED കൂടി കേസിൽ കക്ഷി ചേർന്ന് ഞങ്ങളെ കൂടി കേസിൽ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഈ കേസിൻ്റെ ഒരു സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ CPMഉം അക്ഷരാർത്ഥത്തിൽ ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ മരവിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇനി ഇതുവരെ കേട്ടതിനേക്കാൾ
ദുരൂഹമായ മറ്റു പലതും ചുരുളഴിയാനുണ്ട് എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. അത് കണ്ടറിയാൻ നമുക്കും കാത്തിരിക്കാം.